Salam, Ustad ji. You are a wonderful lad, and this is a wonderful scene. പാട്ടുകാരൻ ഗുലാമിന്റെ ഒരു മുഖമേ ലോകത്തിനറിയും. വെടിവെപ്പുകാരൻ ഗുലാമിനെ ആർക്കും അറിയില്ല, കണ്ടിട്ടില്ല ലോകം. Yes, this is my secret hobby. Shooting. Shooting is the game of a bullet and a target. ആരാണാവോ ഗുരു? നാദിയ. കഴിഞ്ഞോ തന്റെ ക്വസ്റ്റ്യൻസ്? എനിക്ക് പോണം. ആത്മവിശ്വാസത്തിന്റെ മുനമ്പിൽ നിൽക്കുമ്പോഴും സ്വരം പതറിപ്പോകുന്നുണ്ടല്ലോ ഗുലാമിന്റെ, അല്ലേ സുദർശൻ? ഇനി മുമ്പോട്ട് പോകുന്നൊരു വെള്ളി വീഴും ഗസൽ ഗന്ധർവന്. ഇതാണ് എന്റെ ചോദ്യം. യെസ് പ്ലീസ്. വർഷങ്ങൾക്ക് ശേഷം ദില്ലിയിൽ നിന്ന് മുദ്രാപീഠത്തിലേക്ക് സാറിന്റെ ഒരു വരവുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു ഉദ്ദേശം? ജാനകിയെ കാണാൻ. മരണക്കിടക്കയിലായിരുന്നു. അല്ലാന്ന് ഞങ്ങൾ പറയും. ആ വരവിന്റെ ഉദ്ദേശം അവരുടെ സ്വത്തിന്റെ കണക്കെടുക്കാനായിരുന്നു. അരെ ഭയ്യ ചുപ്. ഉസ്താദ് ഗുലാം മുസാഫിറിനെ മോഹിപ്പിക്കാൻ മുദ്രാപീഠത്തിന്റെ കലവറയിൽ എന്ത് നിധിയിരിക്കുന്നു? എന്ത് സ്വത്തിരിക്കുന്നു? ഉണ്ടല്ലോ, 2 അമൂല്യ രത്നങ്ങൾ, നാദി സിസ്റ്റേഴ്സ്. അതിൽ ഒരാളെ മകന്റെ ഭാര്യയാക്കാൻ തീരുമാനിച്ചത് എപ്പോഴാണ്? ജാനകി ആവശ്യപ്പെട്ടപ്പോ. യെസ്, മരണക്കിടക്കയിൽ വെച്ച് ജാനകി ഒന്ന് മാത്രമേ എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ. വളർത്തുമക്കളിൽ ഒരാളെ ഞാൻ മരുമകളാക്കി ദുബായിക്ക് കൊണ്ടുപോകണമെന്ന്. അനുസരണയുള്ള മകനാണ് സിയാ മുസാഫിർ, അല്ലേ? ഓഫ് കോഴ്സ്. അതുകൊണ്ട് തന്നെ ജാനകിക്ക് വാക്ക് കൊടുക്കാൻ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. സിയ എന്നോട് ഒന്ന് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. സ്ത്രീധനമായി അവനൊരു ചില്ല് കാശ് പോലും വേണ്ട. നാദിറയെ മാത്രം മതി, നാദിറയെ. പിന്നെ ജാനകിയുടെ സകല സ്വത്തുക്കളും നാദിയയുടെ പേർക്ക് എഴുതി വെക്കാൻ ആവശ്യപ്പെട്ടതും സിയയാണ്. ടാറ്റിക്സ്. ജാനകിയർ മരിച്ചു, ഇപ്പൊ നാദിയ ഇല്ലാതായി. എല്ലാ സ്വത്തുക്കളും അവകാശങ്ങളും നിയമപ്രകാരം നാദിറയുടെ കയ്യിൽ. നാളെ നാദിറയുടെ അവകാശിയാകാൻ പോകുന്നത് സിയാ മുസാഫിർ. അവന്റെ യജമാനൻ ഈ നിൽക്കുന്ന ജിയൻ. യമഭൈരവരാഗം പാടുക മാത്രമല്ല, യമനെ പോലെ ചിന്തിക്കുകയും ചെയ്യുന്നവനാണ് ഉസ്താദ്. ഞങ്ങൾക്കറിയാം ഉസ്താദ്, നാദിയ മാത്രമല്ല, നാളെ നാദിറയും കൊല്ലപ്പെടും. ബാപ്പയും മകനും ചേർന്ന് ഭൂമിയിൽ നിന്ന് തുടച്ച് മായ്ച്ചു കളയും പാവം നാദിറയും. നാദി സിസ്റ്റേഴ്സിന് ഒറ്റ ശത്രുവേ ഉള്ളൂ, അത് നിങ്ങളാണ്. നോ മിസ്റ്റർ ഓഫീസർ, നോ. നാദി സിസ്റ്റേഴ്സിന് ശത്രുവായി ഈ ഭൂമിയിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരാൾ മാത്രം. അത് ഈ പാവം ഞാനല്ല, പഴയ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഓഫീസർ, എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് മിസ്റ്റർ ഷറഫുദ്ദീൻ താരമസി IPS. ഇവിടെ ഈ റൈഫിൾ ക്ലബിൽ വെച്ച് ഞാൻ കണ്ടതാണ് നാദിയക്ക് നിങ്ങളോടുള്ള രോഷം. നാദിയ, ദ ഹിറ്റ് ഗൺ, ദ ഹൈ ഫ്ലൈയിങ് ബട്ടർഫ്ലൈ. സിയയോട് ഞാൻ സജസ്റ്റ് ചെയ്തത് നിന്നെയാണ്. ബട്ട് അവൻ ഇഷ്ടപ്പെട്ടതാ തൊട്ടാവാടി നാദിറേ. ഷീ ഡിസേർവ്സ് ഹിം. എങ്കിലും അവന് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ചിയർ അപ്പ് ഡാർലിംഗ്. കൊണ്ടുതരും നിനക്ക് ഞാൻ മിഡിൽ ഈസ്റ്റിലെ ഒരു യങ് ചാമിംഗ് ബില്യനയർ ബോയ്. വാക്കോനെ. ഷറഫുദ്ദീൻ താരമസി, എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ്. He killed my father. I hate him like poison. എനിക്ക് എയിം കിട്ടാൻ മനസ്സിൽ അയാളുടെ മുഖം വരച്ചിടണം. എന്നിട്ട് ഈ റൈഫിൾ ഇങ്ങനെ ചൂണ്ടി ട്രിഗർ ബ്ലേഡിൽ വിരൽ വെച്ചാൽ നാദ്യം മാത്രമേ സ്കോർ ചെയ്യൂ, ഏത് റൗണ്ടിലും ഏത് ഗെയിമിലും. ഫ്ലൈറ്റ് നമ്പർ 596 ഷാർജ, ദുബായ്, കൊച്ചി. മകന്റെ വിവാഹ നിശ്ചയം നടത്താൻ നിങ്ങൾ ദുബായിൽ നിന്നും 11-ാം തീയതി കൊച്ചിയിൽ ഇറങ്ങി, ഒറ്റയ്ക്ക്. ഷറഫുദ്ദീൻ എന്നാണല്ലോ പേര്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം, യതീമായ ഒരു പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം നടക്കുന്നത് എങ്ങനെയാണ്. പയ്യന്റെ ബാപ്പയായി ഞാൻ. പെൺകുട്ടിയുടെ ബാപ്പയുടെ സ്ഥാനത്ത് ബാപ്പയോ മറ്റു ബന്ധുക്കളോ ഇല്ലാത്ത സ്ഥിതിക്ക് പള്ളി ഇമാം നിന്നാൽ മതി. അവിടെ പയ്യന്റെ പ്രസൻസ് പോലും ആവശ്യമില്ല. കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, പാരന്റ്സ്. ദുബായിൽ നിന്ന് വന്നപ്പോ നിങ്ങൾ നാദിയെ അന്വേഷിച്ചില്ലേ? ഇല്ല. നാദിറയാണ് എന്റെ മരുമകൾ, നാദിയ അല്ലല്ലോ. അല്ല, നാദിയ നിങ്ങളുടെ ആരുമല്ല. എന്നിട്ടും നാദിയയുടെ സെൽഫോൺ കോൾ ലിസ്റ്റിൽ 12-ാം തീയതിയും 11-ാം തീയതിയും ഉച്ചയ്ക്ക് നിങ്ങളുടെ നമ്പറിൽ നിന്ന് കോളുകൾ വന്നതായി രേഖയുണ്ട്. അതാര് വിളിച്ചു? കോവൈ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി എന്നറിഞ്ഞപ്പോ യാത്ര ട്രെയിനിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടത് ഞാനാണ്. എന്റെ ട്രാവൽ ഏജന്റ് തന്നെയാണ് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. ട്രെയിൻ ചതിക്കില്ലെന്ന് നിങ്ങൾക്കറിയാം. നൈറ്റ് ജേണിക്ക് ട്രെയിനാണ് കൂടുതൽ സേഫ്. നൈറ്റ് ജേണിക്കിടയിൽ ഒരാളെ ഇല്ലാതാക്കാൻ ട്രെയിനാണ് സൗകര്യം, അല്ലേ? കൂൾ ഡൗൺ, കൂൾ ഡൗൺ. മിസ്റ്റർ ജിയൻ,
നാദിയക്കെതിരെ ഗൂഢാലോചന നടത്താൻ നിങ്ങൾക്ക് സമയവും സന്ദർഭവും ലഭിച്ചു. റെയിൽവേക്ക് കൃത്യത പാലിക്കാൻ പറ്റാതെ വരാം, പക്ഷേ റെയിൽവേ പോലീസിന് തെറ്റില്ല. റൈറ്റ് ടൈം ആൻഡ് ഓൺ ദ റൈറ്റ് ട്രാക്ക്. നമ്മൾ വീണ്ടും കാണും. അതുവരെ സലാം. തു ജാ സക്തേ ഹൈ. ചെന്നൈയിൽ വരുമ്പോഴെല്ലാം നാദിയ സ്ഥിരമായി താമസിക്കാറുള്ളത് അടയാറിലെ യൂത്ത് ഹോസ്റ്റലിലാണ്. അതെ, ആ യൂത്ത് ഹോസ്റ്റൽ അവളുടെ ഇഷ്ടപ്പെട്ട സ്ഥല. അവിടുത്തെ 6 നമ്പർ റൂം അവളുടെ ലക്കി റൂം. അവിടെ ഞാൻ അന്വേഷിച്ചപ്പോ 11-ാം തീയതി രാത്രി ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ നാദിയെ ശല്യം ചെയ്തിരുന്നു. സൈമൺ കാൻഡൻ, നൈജീരിയക്കാരൻ. ആ സംഭവം 11-ാം തീയതി രാത്രി എന്നെ വിളിച്ചപ്പോ തന്നെ അവള് പറഞ്ഞിരുന്നു. അവനെയും ഞങ്ങൾക്ക് സംശയമുണ്ട്. വലിയ സിറ്റിയില് അതൊക്കെ പതിവല്ലേ? നാദിയ എന്ത് വാങ്ങാനായിരുന്നു ഷോപ്പിംഗ് മാളിൽ പോയത് പറഞ്ഞിരുന്നു? സിഐക്ക് ഒരു പ്രസന്റ് വാങ്ങിക്കാനാ. ക്രിസ്റ്റലിലുണ്ടാക്കിയ ഒരു മിനിയേച്ചർ ഗിറ്റാർ. കള്ളന്മാർ അതും കൊണ്ടുപോയി. നന്നായി. ആ സമ്മാനം അർഹിക്കുന്നില്ല സിയ. കാരണം സിയ മുസാഫിർ ഒരിക്കലും ഒരു നല്ല കാമുകനല്ല. നാളെ അവനൊരു നല്ല ഭർത്താവും ആയിരിക്കില്ല. പിന്നെ അനുസരണയുള്ള മകൻ, അത് മാത്രമാണ് അയാൾ. അല്ലെങ്കിൽ ദുരിതങ്ങളിൽ കൂട്ടായി അയാൾ ഇവിടെ നാദിരയുടെ അടുത്തുണ്ടാവണമായിരുന്നു. വന്നില്ല. എന്തേ? എങ്ങനെ വരാനാ? സിയ ഇപ്പൊ ബഹാമസിലെ നാസോ സിറ്റിയിലാ. പുതിയ അറബിക് ആൽബം കമ്പോസ് ചെയ്യുന്ന തിരക്കില്. ആകാശത്തെ അമ്പിളിമാമനെ കാട്ടിത്തരുന്നത് പോലെ സിയ എന്ന രാജകുമാരനെ ചൂണ്ടിക്കാണിച്ച് തന്നെ വിഡ്ഢിയാക്കിയായിരുന്നു ഗുലാം മുസാഫിറും ആദിലക്ഷ്മി ടീച്ചറും ഒക്കെ ഇത്രയും കാലം. ജമൈക്കയിലും കറാച്ചിയിലുമുള്ള ആരാധികമാരെ ഹരം കൊള്ളിക്കുന്ന തിരക്കിൽ ഈ കഞ്ചിക്കോട്ടുകാരി അവൻ എപ്പോഴോ മറന്നിരിക്കണം. ഇല്ല, സിയ ആകാശത്തോളം വളർന്നാലും എന്നെ മറക്കില്ല. കാമുകന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന, കാമുകനെ പറ്റി അഹങ്കരിക്കുന്ന എല്ലാ പെൺകുട്ടികളും പറയും ഈ വാചകം. ഈ കാത്തിരിപ്പ് വെറുതെയാണ്. വരില്ലവൻ. വരും. ഇന്ന് രാവിലെ സിയ എനിക്ക് അയച്ച മെസ്സേജ് കണ്ടോ? എന്ത് കാണാൻ? നിന്നെ മറവിക്ക് വിട്ടുകൊടുത്തിട്ടില്ലെന്ന് നിന്നെ മാത്രം വിശ്വസിപ്പിക്കാൻ ഒരു SMS. That's all. Your body is my prison. മനസ്സിലാക്ക്. അപ്പോഴും അവന്റെ നോട്ടം നിന്റെ ശരീരത്തിൽ മാത്രമാണ്. ഈ വാചകങ്ങൾ പോലും അവൻ കടം വാങ്ങിയതാണ്. It's only a forwarded message from Jamaica and Karachi. അവന്റെ എല്ലാ ഗേൾഫ്രണ്ട്സിനും അവൻ ഇതേ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. ആ ഗന്ധർവനെ നീ വിശ്വസിക്കരുത്. പ്ലീസ്, എനിക്കൊന്നും കേൾക്കണ്ട. ബഹാമാസ് പോലീസ് നാളെ ചോദ്യം ചെയ്യും സിയ മുസാഫിറിനെ. എന്തിന്? 11-ാം തീയതി രാവിലെ ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ സിയ ലാൻഡ് ചെയ്തതിന് രേഖകളുണ്ട്. അതേ ദിവസം തന്നെയാണ് ചെന്നൈയിൽ വെച്ച് നാദിയ ആക്രമിക്കപ്പെടുന്നത്. ഞാൻ അറിയാതെ സിയ ചെന്നൈയിൽ വരില്ല. നാദിയ ആക്രമിച്ചത് സിയയോ അല്ല. സിയ അങ്ങനെ ചെയ്യില്ല. എനിക്ക് സംശയം ഡോക്ടർ അജയ് ഘോഷിനെയാ. അയാൾക്ക് നാദിയോട് പകയും ദേഷ്യമുണ്ട്. അതിന് കാരണം 6 മാസത്തിന് മുൻപ് തിരുപ്പൂരിലൊരു ഡാൻസ് പ്രോഗ്രാം. ഡാൻസ് കഴിഞ്ഞ് നാദിയ ഗ്രീൻ റൂമിൽ ഇരിക്കുമ്പോ അവനും കൂട്ടുകാരും നീ എന്താടാ നാദിയോട് പറഞ്ഞേ? ബട്ടർ ചിക്ക് കണ്ടപ്പോ നിനക്ക് കിസ് ചെയ്യാൻ തോന്നിയെന്നോ? മേലിൽ അവളുടെ രൂപം പോലും നിന്റെ മനസ്സിൽ നീ ഓർക്കരുത്. ഇനി എപ്പോഴെങ്കിലും നീ എന്റെ മുന്നിൽ വന്നാ നിന്റെ പോസ്റ്റ്മോർട്ടം നടത്തും ഞാൻ. കേട്ടോടാ ബ്ലഡി ഡ്രങ്കൺ മങ്കി. മൊബൈലും കൊണ്ട് നടക്കുക പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ. നാദിറ പറയുന്നത് അജയ് ഘോഷ് ആ കണക്ക് തീർത്തു എന്നാണോ? അതെ. പൊയ്ക്കോളൂ. ഇത് നിന്റെ സ്വീറ്റ് റോസി ആപ്പിൾ ജ്യൂസ് അല്ല, റിയൽ കില്ലർ ഡ്രോപ്സ്. ഇത്രയും മതി ഒരു കുതിരയെ കൊല്ലാൻ.
Now start talking. ഡോക്ടർ അജയ് ഘോഷ്, നമുക്ക് മടങ്ങാം. 1.5 മാസം മുമ്പുള്ള ഒരു രാത്രി ഓടിക്കൊണ്ടിരിക്കുന്ന സൗവർണിക എക്സ്പ്രസ് ഫസ്റ്റ് AC കോച്ചിലെ സി കൂപ്പയിൽ നീയും നിന്റെ 3 കൂട്ടുകാരും. യാത്രക്കിടയിൽ നീ നാദിയെ കാണുന്നു. TT തത്തമംഗലം മുത്തുവിനെ കൊണ്ട് നീ അവരുടെ സെൽ നമ്പർ എടുപ്പിക്കുന്നു. റൈറ്റ്? ഡോണ്ട് ഗോ ടു സ്ലീപ്. എന്നിട്ട് എപ്പം നിങ്ങൾ കണ്ടുമുട്ടി? തിരുപ്പൂർ ഇറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ്. സത്യത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു വരികയാണല്ലേ ഡോക്ടർ രൂപേഷ് പൊതുവാൾ? നാദിയെ അജയ് ഘോഷിന് മുൻ പരിചയമുണ്ട്, മുൻ വൈരാഗ്യവുമുണ്ട്. ഷീ ഈസ് ഹിസ് ഓൾഡ് എനിമി. എന്നിട്ടും മയിൽവാഹനത്തിനോട് നാദിയെ അറിയില്ലെന്ന് നിങ്ങൾ 4 ആളും കള്ളം പറഞ്ഞു. എന്തിന്? ആർക്കു വേണ്ടി? തിരുപ്പൂരിൽ വെച്ച് ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോയ അജയ് ഘോഷിന് കോയമ്പത്തൂരിൽ നിന്ന് വീണ്ടും ട്രെയിനിൽ കയറാൻ ഡോർ തുറന്നു കൊടുത്തത് നിങ്ങൾ 3 പേരും കൂടിയാണ് അല്ലേ? ബി കൂപ്പയുടെ വാതിൽ വിൻഡോ വഴി തുറന്നത് ഈ കൈകൊണ്ടാണ് അല്ലടാ? നോ സർ. ഇതുപോലെ എത്ര എണ്ണം ഉണ്ടായിരുന്നു കയ്യിൽ? ഒരെണ്ണം. അതാണ് ആക്ട്രസിന്റെ അമ്മയ്ക്ക് കൊടുത്തത്. പക്ഷെ ആക്ട്രസിന്റെ അമ്മയുടെ മൊഴി അങ്ങനെ അല്ലല്ലോ. സൽവൻ, കിട്ടിപ്പോയി സാറേ. കത്തി ഞാൻ തിരിച്ചു കൊടുത്തില്ല, കൊടുക്കാൻ മറന്നുപോയി. കോവേ സ്റ്റോപ്പിൽ എത്തിയപ്പോ കത്തി ഞാൻ കൊറേ തെരഞ്ഞു, പക്ഷെ കണ്ടില്ല. സർ, അത് കോൺഫറൻസിന് വന്നവർക്കെല്ലാം കോംപ്ലിമെന്റ്സ് ആയി ചെന്നൈ മെഡിലാബ് തന്ന സർജിക്കൽ ബ്ലേഡുകളുടെ കിറ്റാണ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്. അതാണ് അവര്. ബി കൂപ്പയുടെ സീറ്റിനടിയിൽ നിന്ന് കിട്ടിയതാണിത്. മറ്റൊരു സ്കാൽപ്പൽ. നാദിയെ ജീവച്ഛവമാക്കിയ ആയുധം സ്കാൽപ്പലാണെന്ന് മനസ്സിലായി. ഇനി ഇത് നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കോയമ്പത്തൂര് വെച്ച് ബി കൂപ്പെ നിങ്ങൾ 4 പേരും ചേർന്ന് ഒരു ഓപ്പറേഷൻ തിയേറ്ററാക്കി മാറ്റി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. മെഡിക്കൽ സയൻസ് മാത്രമല്ല, ഫോറൻസിക് സയൻസും അരച്ചു കലക്കി കുടിച്ചവരാണ് ഈ കേസിലെ പ്രതികൾ. ഫിംഗർ പ്രിന്റിംഗ് തിയറി പ്രകാരം ഒരുപാട് പേര് പെരുമാറിയ സർഫസിൽ നിന്ന് സ്ക്വാഷ്ഡ് ഫിംഗർ പ്രിന്റ്സേ ലഭിക്കൂ. അത് ഒരു കോടതിയും സ്വീകരിക്കില്ലെന്ന് നിങ്ങൾ 4 പേർക്കും അറിയാം. എനിവേ, വെരി ബ്രില്യന്റ് വർക്ക്. ബി കൂപ്പയിലെ 99% തെളിവുകളും നശിപ്പിച്ചിരിക്കുന്നു. 4 പേരും ക്ലാസ്മേറ്റ്സ്, കൊളീഗ്സ്. നാളെ സെൻട്രൽ ജയിലിലെ സെൽമേറ്റ്സ്. രക്ഷപ്പെടില്ല 4.